നമസ്കാരം. രാജ്യം 5 സംസ്ഥാനങ്ങളിലൂടെ മറ്റൊരു തെരഞ്ഞെടുപ്പിനെ സമീപിക്കാനിരിക്കുന്ന വേളയിൽ തെരഞ്ഞെടുപ്പ് എത്രത്തോളം ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനും മറ്റ് കക്ഷികൾക്കും, ഉദാഹരണത്തിന് കേരളത്തിലാണെങ്കിൽ CPM-ന്, കോൺഗ്രസ്സിന്, ബംഗാളിൽ അത് തൃണമൂൽ കോൺഗ്രസ്സിന് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് BJP-യുടേതായിട്ടുണ്ട്. തമിഴ്നാട്ടിലത് എന്താണ് നമ്മുടെ DMK-ക്ക്, പിന്നെ അസമിലേക്ക് വരുമ്പോഴത്തേക്ക് കോൺഗ്രസ് ഇതിനോടകം തന്നെ പത്രിക 40 പേരുടെ പട്ടിക പുറത്തിറക്കി കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഭരണം ഉറപ്പിക്കാൻ BJP. ഇവിടെ ഒക്കെ തന്നെയും ഞാനിത് പറഞ്ഞു വരുന്നത്, രാജ്യം ഇത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു ഘട്ടത്തിലാണ് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ചെറുത്തുനിൽപ്പിൻ്റെ രാഷ്ട്രീയം ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഒന്ന് ബംഗാളിൽ കടുത്ത ഒരു ചെറുത്തുനിൽപ്പ് സംഭവിക്കുന്നു. DMK-യുടെ ഭാഗത്തുനിന്ന് കോൺഗ്രസിനെ കൈകോർത്തുകൊണ്ട് BJP-ക്കെതിരെ ഒരു പോരാട്ടത്തിന് അവർ ഒരുങ്ങുകയാണ്. കേരളത്തിൽ CPM കോൺഗ്രസും ഇരു ചേരികളായി നിന്നുകൊണ്ട്, സ്വാഭാവികമായും 2 മുന്നണികളായി നിന്നുകൊണ്ടുള്ള പോരാട്ടം കടന്നു കയറാൻ BJP. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത്, എല്ലാ കണ്ണുകളും ഇതിൻ്റെ ഒരു ഭാഗത്തെത്തി നിൽക്കുന്നത് BJP എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരാണ്. ഏറ്റവും ഒടുവിൽ സംഭവിച്ച, സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന പരമാവധി പരാക്രമങ്ങൾ പിടിച്ചു നിൽക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നുമുണ്ട്. ഏറ്റവും ഒടുവിലായി സംഭവിച്ച ഒരു കാര്യം, രാഷ്ട്രപതിയുടെ ബംഗാൾ സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ ബംഗാൾ സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ട് അതിന് ലേശം ഒന്ന് പിന്നേക്ക് പോയാൽ, ആ ദിവസങ്ങളിലാണ് നമ്മുടെ അവിടുത്തെ ഗവർണറുടെ രാജി എഴുതി വാങ്ങിച്ചുവെന്നും രാജിവെച്ചുവെന്നും 2 അഭിപ്രായം. അതവിടെ നിൽക്കട്ടെ. എന്തായാലും രാഷ്ട്രപതി ഒരു സംസ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും പ്രോട്ടോകോൾ പ്രകാരം സ്വീകരിക്കേണ്ടുന്ന ആൾക്കാർ, അല്ല, ഗവർണർ രാജിവെച്ച് പോവുകയാണ്. അന്നേ ദിവസമാണ് ഇത് അവരെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും രണ്ടാമത് എത്തേണ്ടുന്ന ആൾക്കാർ അവിടെ എത്താതിരിക്കുക, പ്രോട്ടോകോൾ ലംഘനം നടക്കുന്നു, ഇത് മനഃപൂർവ്വമാണെന്ന് BJP, മനഃപൂർവ്വം അല്ലെന്ന് മമത. ഇങ്ങനെ വലിയ കൊണ്ടും കൊടുക്കലുമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ നമുക്കൊന്ന് രാഷ്ട്രീയമായി ഇതിനെ ഒന്ന് ഇഴ കീറി പരിശോധിച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമാകും. ഒന്ന്, ആനന്ദബോസിൻ്റെ രാജി, അതേക്കുറിച്ച് തന്നെ വലിയ തോതിൽ അഭ്യൂഹങ്ങൾ പരന്നു കഴിഞ്ഞിരിക്കുന്നു. ഒന്ന്, ജഗദീപ് ധൻഖറിൻ്റെ വഴിയേ തന്നെ ഇദ്ദേഹവും നടക്കുന്നു. അവിടെ നമുക്ക് ഒന്ന് പിറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, ധൻഖറിന് എപ്രകാരമാണോ ഒരു മമത ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾക്കുണ്ടായത്, ഏതാണ്ട് അതേപോലെ തന്നെ ഇദ്ദേഹത്തിനും മമതയോട് വല്ലാത്തൊരു അടുപ്പം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പ്രസ്താവനകളിൽ കൂടിയാണ് നമ്മൾ അടുപ്പം പറയുന്നത്. അല്ലാതെ ബംഗാളിൽ ചെന്ന് ഇവരുടെ താമസ സ്ഥലത്ത് നോക്കിയിട്ടല്ല നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രസ്താവനകളിലൂടെ നമ്മൾ അറിയുന്ന ഈ ഒരു അടുപ്പം, അതുകൊണ്ടാണല്ലോ മമത പറഞ്ഞത് ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് പറഞ്ഞത്. ഈ ഞെട്ടലാണ് വാസ്തവത്തിൽ പ്രശ്നം. കാരണം ആനന്ദബോസിൻ്റെ രാജി അറിഞ്ഞ മമത, മുഖ്യമന്ത്രി ഞെട്ടി എന്നാണ് പറയുന്നത്. അവർ ആലോചിച്ചു, അപ്പോയിൻമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, VC നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്, എന്തെല്ലാം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മമതയും ആനന്ദബോസും തമ്മിൽ അകന്നു കഴിഞ്ഞിരുന്നു. വളരെ രാഷ്ട്രീയമായി ഇവർ ഒരു രാഷ്ട്രീയമായി എന്നുള്ളതല്ല, ഗവർണറുടെ ലോക്ഭവനും മുഖ്യമന്ത്രിയുടെ ഓഫീസും തമ്മിൽ വലിയ പോരുകളാണ് സംഭവിച്ചിരുന്നത്. അങ്ങനെ ഉള്ള ഒരാൾ അദ്ദേഹം രാജിവെച്ചു, അല്ലെങ്കിൽ അദ്ദേഹം മാറുന്നു എന്നറിയുമ്പോൾ ഞെട്ടിപ്പോകാൻ തക്കവണ്ണം. അപ്പോൾ ആ ഞെട്ടൽ എന്നുള്ളത് അത്ര ഒരു അടുപ്പത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളത്. ഈ അടുപ്പമാണ് ഒരു പക്ഷേ ആനന്ദബോസിന് വിനയായി മാറിയത്. അദ്ദേഹത്തിന് അല്ലാതെയും ചില പരാതികൾ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പരാതി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇലക്ഷൻ സമയത്ത് മമതയാണ് ആള്. ഈ ഒരു പരാതി ആളിക്കത്തിക്കാൻ ഒരുപക്ഷെ മമത തുനിഞ്ഞേക്കും. അവർക്ക് വോട്ട് തന്നെയാണ് ലക്ഷ്യം, മലപ്പുറത്തേക്കുള്ള ലക്ഷ്യം അവർക്കില്ല. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തെ മാറ്റിയതാകാം, ഇനി മറ്റു ചുമതലകൾ കൊടുക്കാൻ മാറ്റിയതാകാം. എന്ത് തന്നെ ആയാലും ശരി, രാഷ്ട്രപതി ഇവിടെ വരുന്ന സമയത്ത് 9ാമത് സംഘാൽ വിഭാഗത്തിൻ്റെ 9ാമത് ഒരു ചടങ്ങിനാണ്, സമ്മേളനത്തിനാണ് അവരെത്തുന്നത്. എത്തുന്ന വേളയിൽ എന്തായാലും പ്രോട്ടോകോൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മമത പറഞ്ഞത്, ഒരു 50 തവണയൊക്കെ ഒരു രാഷ്ട്രപതി ഒരു സംസ്ഥാനത്തേക്ക് എത്തിയാൽ 50 തവണ എനിക്ക് പോകാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ജനങ്ങളുമായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ചില മീറ്റിങ്ങുകളിലാണ്. മാത്രമല്ല, ജനത്തിന് വേണ്ടിയുള്ള പ്രതിഷേധം ഞാൻ ഏറ്റെടുക്കുന്ന തിരക്കിലായിരുന്നു. ആ തിരക്ക് എനിക്കതാണ് വലുത്, ജനങ്ങളുടെ പ്രശ്നമാണ് വലുത്. അവിടെ മമത ലക്ഷ്യമിട്ടത് ഇവിടെ എന്താണ്, കേന്ദ്ര സർക്കാരിനെ തന്നെയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്ന വാദം എന്ന് പറയുന്നത്, രാഷ്ട്രപതി എത്തിയപ്പോൾ
മമത എത്തിയില്ല എന്നുള്ളതാണ്. ഇവിടെ രണ്ടു പേരുടെയും പൊളിറ്റിക്സ് ആണ് നമ്മൾ കാണേണ്ടത്. കാരണം ഒന്ന്, ബംഗാളിലേക്ക് പിന്നെ രാഷ്ട്രീയമായി നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന BJP ഒരു ഭാഗത്ത്, പിന്നെ ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറിയ ആൾക്കാരെ വെച്ചിട്ട് ഭരണത്തിലേക്ക് പിന്നെ നുഴഞ്ഞു കയറാനുള്ള മമതയുടെ പോര് മറുവശത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു കേന്ദ്ര സർക്കാർ എന്ന വാദമുയർത്തിയാണ് മമത ഇതിനെ നേരിടുന്നത്. അതേസമയം ഇത് രാഷ്ട്രീയം കളിക്കാനുള്ള വേദിയല്ല രാഷ്ട്രപതി വരുമ്പോൾ എന്ന വാദമുയർത്തി BJPയും പറയുന്നു. ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ മമത സ്വാഭാവികമായിട്ടും അവർ പോരാളിയാണ്. വാസ്തവത്തിൽ ഞാൻ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞാൽ, കേന്ദ്ര സർക്കാരിന് വാസ്തവത്തിൽ രാജ്യത്ത് 2014 മുതൽക്ക് ഒരു ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമില്ലാത്തതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് രാജ്യത്ത്. അത് പിന്നെ ആകപ്പാടുള്ള ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് പിന്നെ ബംഗാളിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നോ ആണ്. അപ്പം അതിനെ വില കുറച്ച് കാണാനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൂടാ. ഇവിടെ സംഭവിച്ച കാര്യം, മമത ഈ ഒരു കാര്യം പറഞ്ഞ് ഏറ്റുമുട്ടുന്ന വേളയിൽ മമത വളരെ സൂക്ഷ്മമായിട്ട് കരുക്കൾ നീക്കുന്നു. ഈ കുറി തനിക്ക് ഭരണം പിടിച്ചേ മതിയാവൂ എന്ന് പറയുന്നു. അത് ആ 60 ലക്ഷം പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് SIR പ്രകാരം മാറുന്നു. 60 ലക്ഷം പേര് സംശയത്തിന്റെ നേരിലാണെന്ന് പറയുന്നു. ഏതാണ്ട് 1.5 ലക്ഷം ആൾക്കാർ ഇപ്പോൾ ഏതാണ്ട് ഒത്തുതീർപ്പിന്റെ അത് അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. എന്ത് തന്നെയായാലും ഇത് സുപ്രീം കോടതിയും ബംഗാൾ സർക്കാരും തമ്മിൽ ഇതേ ചൊല്ലി വലിയ വഴക്കുകൾക്കൊടുവിൽ ഇപ്പോൾ മമത ചെന്നെത്തി നിൽക്കുന്നത് മറ്റൊരു പോരാട്ടത്തിന്റെ നടുവിലാണ്. ഈ പോരാട്ടം BJP എങ്ങനെ എത്രമാത്രം മറികടക്കും എന്നുള്ളത്, BJP മാത്രമല്ല മമതയും എത്രമാത്രം മറികടക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും വരും തിരഞ്ഞെടുപ്പിൽ മമതയുടെ വിജയം അല്ലെങ്കിൽ BJPയുടെ വിജയം. ഫോർ എക്സാമ്പിൾ, ഇതിനകത്തൊരു ഉദാഹരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, മമതയുടെ കാഴ്ചവെട്ടിൽ നിന്നും മുസ്ലിം വോട്ടുകൾ വല്ലാതെ കണ്ട് ഒഴുകിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. SIRൽ കുറെ അങ്ങോട്ട് പോകുന്നു. പിന്നെ ഈ മുർഷിദാബാദിലെ MLA ആയിരുന്ന മനുഷ്യൻ പുതിയ ബാബറി മസ്ജിദ് പിന്നെ പണിയുന്നതുമായി ബന്ധപ്പെട്ടിരുന്നു. വോട്ടുകൾ ഒരുപക്ഷെ അങ്ങോട്ട് ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. ഇദ്ദേഹത്തെ മുർഷിദാബാദ് MLA രാഷ്ട്രീയ കളിക്ക് BJP ഇറക്കിയതാണെന്നും അല്ല മമത ഇറക്കിയതാണെന്നും ചില പിന്നെ തർക്കങ്ങൾ അവിടെയുണ്ട്. എന്ത് തന്നെയായാലും പരിവർത്തൻ യാത്രയുമായി പിന്നെ നിതിൻ നബീനും അമിത്ഷായും ബംഗാൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ തീവ്രതയും ബംഗാളിൽ നെലിച്ച് തുടങ്ങുന്ന വേളയിലാണ് ഈ രാഷ്ട്രപതിയുടെ വിവാദം. ഒരു കാര്യം ഉറപ്പാണ്, രാഷ്ട്രപതിയെ പോലെ ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പാലിക്കപ്പെടേണ്ട എല്ലാ ചട്ടങ്ങളും പാലിക്കപ്പെടണം, എല്ലാ സുരക്ഷാ ക്രമീകരണവും പാലിക്കപ്പെടണം. പക്ഷേ അവിടെ നമ്മൾ കാണേണ്ട വിഷയം, ഇതിനെ ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത്, മമതയെ പിരിച്ചുവിടാനുള്ള എല്ലാ പരാക്രമങ്ങളും ഇതോടൊപ്പം നടത്തി കഴിഞ്ഞു എന്ന് പിരിച്ചു വിടുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും BJP സർക്കാരിന് കഴിയില്ല. കാരണം കോൺഗ്രസ് സർക്കാർ പിരിച്ചുവിട്ട സർക്കാരുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ BJP സർക്കാർ ആ ഒരു ലെവലിലേക്ക് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഇനി പിരിച്ചുവിടപ്പെട്ട മമതയുടെ ലക്ഷ്യം തന്നെയാണ് ഒരു ഇരവാദം ഉയർത്തിക്കൊണ്ട് കഴിയുമെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിനെ നേടുക എന്നുള്ളതാണ് മമതയുടെ ലക്ഷ്യം. അപ്പം ആ കൊണിയിൽ മമത വയ്ക്കുന്ന ആ കൊണിയിൽ BJP കൊത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിഷയം. BJP വളരെ തന്ത്രപരമായിട്ടുള്ള നീക്കം അവർക്കറിയാം. പക്ഷെ പ്രതീക്ഷിച്ചതിനും അപ്പുറം കടന്നു ചെല്ലുന്ന മമതയുടെ അടുത്ത, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ തെരുവീഥികളിൽ കൂടി പോരാടിയാണ് ഭരണത്തിൽ വന്ന ചരിത്രം മമതയ്ക്കുള്ളത്. അത് എത്ര നിഷേധിച്ചാലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. BJPയുമായി പോലും അവർക്ക് ബന്ധമുണ്ടായിരുന്നു, കോൺഗ്രസുമായി ബന്ധമുണ്ടായിരുന്നു. സ്വയം പോരാട്ട വഴികളിലൂടെ അവർ നടന്നു വരുന്നു. അത് തെറ്റും ശരിയും ബാക്കി നിർത്താം. പക്ഷേ BJPക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി, എത്രയോ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയെ ഒറ്റയ്ക്ക് ഒരു സ്ത്രീ നിന്ന് നേരിടുന്ന കാഴ്ചയാണ് ബംഗാളിൽ നമ്മൾ കാണുന്നത്. ഏറ്റവും ഒടുവിൽ പോലും രാഷ്ട്രപതി വരുമ്പോൾ പോലും സ്വീകരിക്കാൻ അവിടെ എത്താതെ അവിടെ മറ്റൊരു വേദിയിലാണ് ഞാനെന്ന് പറയാൻ ഉള്ള ധൈര്യം കാണിക്കുന്ന ഒരാൾ. ഞാൻ മമതയെ പുകഴ്ത്തുകയല്ല, BJP സർക്കാരിനെ എഴുതുകയല്ല, BJPയെ പുകഴ്ത്തുകയല്ല, മമതയെ നേരെ തിരിച്ചു അതൊന്നുമല്ല, നിഷ്പക്ഷമായിട്ട് ഞാൻ അഭിപ്രായം പറയുകയാണ്. ഈ ഒരു പോരാട്ടമാണ് വാസ്തവത്തിൽ ഒരു ജനകീയ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിലേക്ക് ഉണ്ടാവേണ്ടത്. അതിൻ്റെ രാഷ്ട്രീയമായ ന്യായാന്യായങ്ങൾ നിരത്തട്ടെ, കോടതിയിൽ പോകുന്നവർ പോകട്ടെ, ഒക്കെ ചെയ്യട്ടെ. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ 2006 നിങ്ങൾ എടുക്കൂ. 2006 സിംഗൂറിൽ കൃഷിഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള സമരത്തിൽ അത് അന്ന് തുടങ്ങിയ പോരാട്ടമാണ് മമത വളരെ കാൽക്കുലേറ്റഡ് ഗെയിമാണ് കളിക്കുന്നത്. അതിനുശേഷം 2006 കഴിഞ്ഞിട്ട് 2011 അവർ 34 വർഷത്തെ ഇടതു ഭരണം അവസാനിപ്പിക്കാൻ മറ്റാർക്കും കഴിഞ്ഞില്ലെങ്കിലും ആ സ്ത്രീക്ക് കഴിഞ്ഞു. അതേപോലെ തന്നെ മറ്റൊരു സാരി കൂടി ഓർക്കുകയാണ്, CBI അന്വേഷണം നേരിട്ട പോലീസ് ഓഫീസർ, അത് രാജീവ് കുമാർ എന്നാണ് അതിന്റെ പേരെന്ന് എനിക്ക് ഓർമ്മ. അപ്പോൾ അദ്ദേഹത്തെ CBI അന്വേഷണം നേരിടേണ്ടി വരുന്ന സമയത്തും
മമത ഇതേപോലെ ഒരു വലിയ പോരാട്ടം നയിച്ചിരുന്നു. അവർക്കറിയാം ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്. ഈ അധികാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഈ അന്വേഷണങ്ങൾ എത്താതിരിക്കാനുള്ള സർവ്വ വേലകളും മമത അന്നും ചെയ്തിരുന്നു. ഇപ്പോഴും അവരെത്തിക്കുന്നു. കേന്ദ്ര സർക്കാർ പലവിധ അന്വേഷണങ്ങളുമായി അല്ലെങ്കിൽ രാഷ്ട്രീയ ആക്രമണങ്ങളുമായി വരുമെന്ന് മമതയ്ക്കറിയാം. ബംഗാളിലേക്കാണ് കണ്ണ് എന്നറിയാം. ഏതാണ്ട് BJPയുടെ സ്ട്രാറ്റജി അവർ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ കണ്ണ് തന്നിലേക്ക് എത്തുമ്പോൾ തനിക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. മമത തൃണമൂലില്ലാത്ത മമത, അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന മമത, അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന പിണറായി, അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന നമ്മുടെ സ്റ്റാലിൻ, ഇതൊന്നും അവർക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ പണ്ട് അത് എന്തുമാകാം, പക്ഷെ അങ്ങനെയല്ല. വൺസ് അപ്പോൾ ആ 11 മുതലേക്ക് അവർ മമത അധികാരത്തിലേക്ക് വരുന്നു. ഇതേപോലെ തന്നെ അവിടെ സ്റ്റാലിൻ, ഇവിടെ പിണറായി, ഇവർക്കൊന്നുമില്ലാത്ത, ഈ 2 പുരുഷന്മാർക്കുമില്ലാത്ത ഒരു എതിർപ്പിന്റെ ശക്തി മമത കാട്ടിത്തുടയ്ക്കുന്നു. ഇതിനെയാണ് വളരെ സാവധാനം എന്ത് തരത്തിൽ ഈ മുള്ളെടുക്കണം എന്ന ഒരു ചിന്തയിലാണ് കേന്ദ്ര സർക്കാർ. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എന്നിട്ടും ആനന്ദ ബോസിനെ കുറിച്ചൊക്കെ വളരെ വാചാലമായിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട്. ദ്രൗപദി മുർമു തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു, എൻ്റെ കുഞ്ഞനുജത്തിയാണ് മമത, പക്ഷേ ഈ കാണിച്ചത് ശരിയായില്ല എന്ന് അവരെ അത് കാണിച്ചത് ശരിയായില്ലെന്ന് ഇനി 1000 വട്ടം പറയേണ്ടതുണ്ടോ? അങ്ങനെയൊന്നും. പക്ഷെ അങ്ങനെ ശരിയല്ലാത്ത കാര്യം കാട്ടിക്കൊണ്ട് തന്നിലേക്ക് അധികാരം അടുപ്പിക്കാനുള്ള എല്ലാ മർമ്മവും പഠിച്ച ആളാണ് മമത എന്ന് പറയുന്നത്. വളരെ അവരുടെ ജീവിതശൈലി എല്ലാ അർത്ഥത്തിലും സ്വാഭാവികമായിട്ടും ഇതാണ് രാജ്യം ഇപ്പോൾ നേരിടുന്ന ചില ഭാഗങ്ങളിൽ BJPയുടെ കണ്ണെത്തുമ്പോൾ നേരിടുന്ന എതിർപ്പ് നിൽപ്പിന്റെ ചില സ്വരങ്ങൾ. ആ എതിർപ്പ് നിൽപ്പിന്റെ സ്വരങ്ങളെ എത്ര കണ്ട് അത് പരിക്കേൽക്കാതെ കടന്നു ചെല്ലാൻ കഴിയുമെന്ന് BJP കേന്ദ്ര നേതൃത്വം തലമുകഞ്ഞ് ആലോചിക്കേണ്ടി വരും. യാതൊരു സംശയവുമില്ല. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ, കേന്ദ്രവിരുദ്ധ നയങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞ് പ്രമേയം പാസ്സാക്കൽ, ഇതിനൊന്നും വലിയ പ്രസക്തി ഇല്ല എന്ന് നമ്മൾ കണ്ടിട്ട് കാര്യമില്ല. ഇതായാലും ചെറുത്തുനിൽപ്പിന്റെ ഒരു ഒച്ച രാജ്യത്ത് മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതൊരു പക്ഷേ ഇത്തരത്തിൽ രാഷ്ട്രപതിയെ ഇരയാക്കിക്കൊണ്ട് ഉള്ളതാകാം, നമ്മുടെ ഭരണഘടനയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ളതാകാം. ഇപ്പോൾ തന്നെ ഗവർണറുടെ ഇഷ്യൂലൊക്കെ അതാണ് സംഭവിച്ചത്. ഈ ഭരണഘടനാപരമായ എല്ലാ കാര്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള 2, 3, 4 സർക്കാരുകൾ രാജ്യത്ത് വളർന്നു വരുന്നു. അതിനെതിരെ എന്ത് നടപടി, എങ്ങനെ അതിനെ സമീപിക്കണം എന്ന ഒരുപക്ഷെ അത് BJPക്ക് വളരെ കൃത്യമായി തന്നെ ഒരു അജണ്ട അതിൻ്റെ പുറത്തുണ്ട്. ഒരു ഏത് വഴിയിൽ കൂടിയാണ് ഞങ്ങൾ സഞ്ചരിക്കേണ്ടത് എന്ന ഒരു ബോധ്യം അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ എന്തു തന്നെയായാലും ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നല്ല രീതിയിലുള്ള ചെറുത്തുനിൽപ്പിന്റെ രാഷ്ട്രീയം രാജ്യത്ത് കണ്ടുവരുന്നു. ആ രാഷ്ട്രീയം ഇങ്ങനെ വളർന്നു പോവുകയാണെങ്കിൽ, ഇങ്ങനെ അനുഭവിച്ചു പോവുകയാണെങ്കിൽ രാജ്യത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ അവിടെയും ഇവിടെയൊക്കെ നിയമത്തെ ചോദ്യം ചെയ്യുന്ന, വെല്ലുവിളിക്കുന്ന ചില പ്രീസിഡൻസിന് വഴി ഒരുക്കിയേക്കും. അപ്പോൾ അത് എങ്ങനെ അതിനെ മറികടക്കാൻ കഴിയും എന്ന കാര്യം കേന്ദ്ര സർക്കാർ ഉചിതമായ നിയമവഴികളിൽ കൂടി ചിന്തിക്കട്ടെ. ആ നിയമവഴികളിൽ പതിയിരിക്കുന്ന അപകടം അവർക്ക് ഞാനും നിങ്ങളും പറയാതെ തന്നെ അറിയാം. അത് മുതലാക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയ വിജയമാണ് സത്യത്തിൽ മമത BJPക്ക് മുന്നിൽ വെക്കുന്നത്. അവിടെ BJP തോറ്റു പോവുകയാണ് എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലേക്കുള്ള കണ്ണ് BJPക്ക് ഇനി ഒരു 5 വർഷത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും. ഇല്ലെങ്കിൽ മമതയെ മറിച്ചിടാനുള്ള മറ്റു വഴികൾ അവർ വളരെ ഭംഗിയായിട്ട് സ്വീകരിക്കേണ്ടി വരും. ഈ 60 ലക്ഷത്തോളം വരുന്ന SIR നിന്ന് പുറത്താക്കപ്പെട്ട ആൾക്കാർ ഒരു കാരണവശാലും രാജ്യത്തിനുള്ളിൽ ഉണ്ടാകില്ല എന്ന് പരിവർത്തന യാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അമിത്ഷാ സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ മറ്റ് റെഫ്യൂജീസായിട്ട് വന്ന ഹിന്ദുക്കൾക്ക് രാജ്യം വിടേണ്ടി വരില്ല എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ലക്ഷ്യം വ്യക്തമാണ്. ഈ ലക്ഷ്യം ആദ്യം മനസ്സിലാക്കുന്ന ആളാണ് മമത. ഞാനതിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരോട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ 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 വിവാദങ്ങൾ രാജ്യത്ത് ഉണ്ടാകാനിടയുണ്ട്. എല്ലാം അധികാര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടത്.